ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായ അറബിക്കടലിൻ്റെ തീരത്ത് കോഴിക്കോടിനും ആലപ്പുഴയ്ക്കുമിടയിൽ ചരിത്രവും സംസ്കാരവും ഒത്തുചേർന്ന മനോഹരമായ യാത്രയ്ക്ക് തുടക്കം. സ്വാഗതം ഫോർട്ട് കൊച്ചിയിലേക്ക്. ഇവിടം പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും കാൽപ്പാടുകൾ ചാർത്തപ്പെട്ട ഇന്ത്യയുടെ കടൽ വഴിയിലൂടെയുള്ള കുത്തക വ്യാപാര ചരിത്രത്തിൻ്റെ സമ്മാനമാണ് ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചി പ്രദേശം പഴയകാലത്ത് കൊച്ചി രാജാവിൻ്റെ ഭരണത്തിന് കീഴിൽ വരുന്ന കടൽ തീര ഗ്രാമപ്രദേശമായിരുന്നു. പ്രധാനമായും മത്സ്യബന്ധനം, ചെറുകിട കച്ചവടം എന്നിവയായിരുന്നു ജനങ്ങളുടെ വരുമാന മാർഗങ്ങൾ. 1498 വാസ്കോഡിഗാമ എന്ന പോർച്ചുഗീസ് നാവികൻ തൻ്റെ പായ്ക്കപ്പലിൽ ആഫ്രിക്ക ചുറ്റി ആദ്യമായി കോഴിക്കോട് കടപ്പുറത്ത് വന്നിറങ്ങി. പിന്നീട് ധാരാളം പോർച്ചുഗീസുകാർ കേരളത്തിൽ വന്നു. അവർ 1503 കൊച്ചി രാജാവിൻ്റെ അനുമതിയോടെ ഫോർട്ട് ഇമ്മാനുവൽ എന്ന കോട്ട കൊച്ചിയിൽ പണിതു. അങ്ങനെ ആ പ്രദേശത്തിന് ഫോർട്ട് കൊച്ചി എന്ന പേര് ലഭിച്ചു. പോർച്ചുഗീസുകാർ ആദ്യമായി കുത്തക വ്യാപാരം നടപ്പിലാക്കി. ഇതിനിടയിൽ 1602 നെതർലാൻഡിൽ നിന്നും ഡച്ചുകാരും ഇന്ത്യയിൽ വരികയും പല സ്ഥലങ്ങളിലും വ്യാപാര കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇവ മലബാർ തീരം, കൊച്ചി, കൊല്ലം, മട്ടാഞ്ചേരി എന്നീ കേന്ദ്രങ്ങളായി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരിൽ അറിയപ്പെട്ടു. 1663 പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച് ഡച്ചുകാർ ഫോർട്ട് കൊച്ചിയിൽ ആധിപത്യം സ്ഥാപിച്ചു. അവർ ഡച്ച് പാലസ്, അതായത് ബോൾഗാട്ടി പാലസ്, ഡച്ച് സെമിത്തേരി, പുതിയ കച്ചവട നിലയങ്ങൾ, പള്ളി എന്നിവ നിർമ്മിച്ചു. പിന്നീട് 1795 ബ്രിട്ടീഷുകാർ ഡച്ചുകാരെ തോൽപ്പിച്ച് കച്ചവട ആധിപത്യം സ്ഥാപിച്ചു. 1947 വരെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഇന്ത്യയിൽ തുടർന്നു. 16 മുതൽ 18-ാം നൂറ്റാണ്ട് വരെ കേരളത്തിലെ കുരുമുളക്, ഇഞ്ചി, ഏലം, ജാതിക്ക എന്നിവയുടെ കുത്തക വ്യാപാരം പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും കൈയടക്കി വച്ചിരുന്നു. ഇടയ്ക്ക് ചൈനക്കാരുമായും കച്ചവടം നടത്തിയിരുന്നു. കൊച്ചിയിലെ ചീനവലകളും ചൈനീസ് സിറാമിക്, ചൈനീസ് സിൽക്ക് എന്നിവ ഇതിനുദാഹരണമാണ്. ഇന്ന് ഫോർട്ട് കൊച്ചി ഒരു സമയത്തെ കൊളോണിയലിസ്റ്റ് ചരിത്രത്തിൻ്റെ അടയാളങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് പാരമ്പര്യവും ആധുനികതയും ചേർന്ന ഒരു സാംസ്കാരിക സഞ്ചാര നഗരമായി മാറിയിരിക്കുന്നു. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് ശൈലി ചേർന്ന വാസ്തുവിദ്യാ കെട്ടിടങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. സ്ട്രീറ്റുകൾ, പള്ളികൾ, മട്ടാഞ്ചേരി ജൂതപ്പള്ളി, ബസാർ, ചീനവലകൾ തുടങ്ങിയവ അടയാളമായി നിലകൊള്ളുന്നു. പല പഴയ കെട്ടിടങ്ങളും ഇപ്പോൾ ഹോം സ്റ്റേ, കഫേ, ഹോട്ടൽ, ആർട്ട് ഗാലറി എന്നിവയായി മാറിയിരിക്കുന്നു. ഇവിടെ നടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ആധുനിക സാംസ്കാരിക കലാമേള കൊച്ചി മുസരീസ് ബിനാലെ ലോകമെമ്പാടുമുള്ള കലാകാരന്മാരെ ആകർഷിക്കുന്നു. ഫോർട്ട് കൊച്ചി ഫെസ്റ്റിവൽ, ഓണാഘോഷങ്ങൾ, ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷങ്ങൾ എന്നിവ ധാരാളം വിനോദസഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഫോർട്ട് കൊച്ചി. 1498 ലിസ്ബണിൽ നിന്നും പുറപ്പെട്ട് കടൽ മാർഗം കോഴിക്കോട് എത്തിച്ചേർന്ന വാസ്കോഡിഗാമ മലബാറിലെ സാമൂതിരിയുമായി വാണിജ്യ കരാറുകൾ നടത്തി. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ യാത്രയിൽ ഫോർട്ട് കൊച്ചിയിൽ വെച്ച് 1524 അദ്ദേഹം ദിവംഗതനായി. മൃതദേഹം ഫോർട്ട് കൊച്ചിയിൽ
സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൽ അടക്കം ചെയ്തെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ പുത്രൻ 1538 പോർച്ചുഗീസിലേക്ക് ശരീരാവശിഷ്ടങ്ങൾ തിരികെ കൊണ്ടുപോയി. ഗോഡ്സ് കൺട്രിയായ കേരളത്തിൽ കാലാവസ്ഥാ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് വർഷം മുഴുവൻ ടൂറിസ്റ്റുകൾ എത്തിച്ചേരാറുണ്ട്. ബജറ്റ് ഹോട്ടലുകൾ മുതൽ ലക്ഷറി റിസോർട്ടുകൾ വരെ വളരെ സജീവമാണ്. ബൈസിക്കിൾ ടൂർ, ഹെറിറ്റേജ് വാക്ക്, വാട്ടർ മെട്രോ, സൺസെറ്റ് പോയിന്റ് എന്നിവ വളരെ ആകർഷകങ്ങളാണ്. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് 13 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഫോർട്ട് കൊച്ചിയിൽ എത്തിച്ചേരാം. യൂബർ ഓട്ടോ, ടാക്സി, KSRTC ബസ്, പ്രൈവറ്റ് ബസ്സസ്, വാട്ടർ മെട്രോ ബോട്ടുകളും ഇടതടവില്ലാതെ ഫോർട്ട് കൊച്ചിയിലേക്ക് യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നു. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. 45 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യണം. എയർപോർട്ടിൽ നിന്ന് യൂബർ ടാക്സി, KSRTC ബസ്, ലോ ഫ്ലോർ ബസ്സുകൾ, AC ബസ്സുകൾ എന്നിവയും അവൈലബിൾ ആണ്. ഞങ്ങൾ വാട്ടർ മെട്രോയിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്നും എറണാകുളത്തേക്ക് യാത്ര തിരിച്ചു. ഫോർട്ട് കൊച്ചിയിൽ നിന്നും വാട്ടർ മെട്രോയിൽ എറണാകുളത്തേക്കുള്ള കായൽക്കാറ്റേറ്റുകൊണ്ടുള്ള യാത്ര അതിമനോഹരമാണ്. ചീനവലകൾ, LNG ടെർമിനൽ, വൈപ്പിനിലേക്ക് സർവീസ് നടത്തുന്ന ജങ്കാറുകൾ, ചരക്ക് കപ്പലുകൾ, ഓയിൽ ടാങ്കറുകൾ, കൊച്ചിൻ പോർട്ട്, ഗോശ്രീ പാലങ്ങൾ, ബോൾഗാട്ടി പാലസ്, മറൈൻ ഡ്രൈവിലെ നിരവധി കെട്ടിട സമുച്ചയങ്ങൾ, കൊച്ചിൻ കോർപ്പറേഷൻ്റെ മറൈൻ ഡ്രൈവിലെ പുതിയ കെട്ടിടം എന്നിവ തലയെടുപ്പോടെ നിൽക്കുന്നത് കാണാം. ബോൾഗാട്ടി ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന ബോൾഗാട്ടി പാലസ് 1744 ഡച്ചുകാർ നിർമ്മിച്ചതാണ്. ഡച്ച് കമാൻഡൻറ്റിൻ്റെ വാസസ്ഥലമായിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ കൈക്കലാക്കി ബ്രിട്ടീഷ് റെസിഡൻസിൻ്റെ ഔദ്യോഗിക വാസസ്ഥലമായി ഉപയോഗിച്ചു. ഇപ്പോൾ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഹെറിറ്റേജ് റിസോർട്ടാണ്.